ഇന്നത്തെ എൻ്റെ സെമിനാർ എന്ന് പറയുന്നത് മെട്രോയിഡ്സിനെ പറ്റിയാണ്. മെട്രോയിഡ്സ് വന്നിരിക്കുന്ന ഗ്രാഫ് തിയറിയിൽ നിന്നാണ്. പിന്നെ പറയുന്നത് ദ സ്ട്രോങ് ഡ്യുവലിറ്റി ബിറ്റ്വീൻ ദ മാക്സിമം മാച്ചിങ് ആൻഡ് മിനിമം വേർട്ടെക്സ് കവർ ഇൻ ബൈപാർട്ടേറ്റ് ഗ്രാഫ്സ് ആൻഡ് ജിയോമെട്രിക് ഡ്യുവാലിറ്റി റിലേറ്റിംഗ് പ്ലാനാർ ഗ്രാഫ്സ് ആൻഡ് ഡ്യുവൽസ് സബ് മെട്രോയിഡ്സ് ആൻഡ് ട്രാൻസ്വേഴ്സും മെട്രോയിഡ്സ്. പിന്നെ ഞാൻ ഇതിൽ പറഞ്ഞേക്കുന്നത് കുറച്ച് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സെറ്റ്സ് ആൻഡ് ബേസിസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു 3-4 തിയറം ഇതിൽ പറയുന്നുണ്ട്. മെട്രോയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിറ്റ്നിയാണ്. പിന്നെ മാൻലാക്കും വാൻഡറും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇൻ ഗ്രാഫ് തിയറി ദ മെയിൻ ബെനിഫിറ്റ് ഓഫ് മെട്രോയിഡ് ട്രീറ്റ്മെൻറ്റ് സീംസ് ടു ബി മച്ച് മോർ നാച്ചുറൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഡ്യുവൽ കോൺസെപ്റ്റ് സച്ച് ആസ് സ്ട്രക്ചർ ഓഫ് സെറ്റ് ഓഫ് കോട്ടിൽസ് ഓഫ് ഇഫക്റ്റ് ഓഫ് ദ കോൺട്രഡിക്ഷൻ ഓഫ് ദ സെറ്റ് ഓഫ് എഡ്ജസ് ഓഫ് ദ ഗ്രാഫ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഗ്രാഫ് തിയറിയിലെ കുറച്ച് കോൺസെപ്റ്റ് ആണ്. എന്താണ് ഗ്രാഫ് തിയറി എന്നും ഗ്രാഫ് തിയറിയിലെ കുറച്ച് കോൺസെപ്റ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് എ ഗ്രാഫ് ആൻഡ് എ ഡയറക്റ്റഡ് ഓർ ഓറിയന്റഡ് ഗ്രാഫ് വിച്ച് വി കോൾഡ് എ ഡയഗ്രാഫ്. വി ഡിനോട്ട് എ ഗ്രാഫ് ജി ബൈ എ പെയർ വി ഓഫ് ജി ഇ ഓഫ് ജി. വി ഓഫ് ജി എന്ന് പറഞ്ഞാൽ എന്താ? വേർട്ടെക്സ് സെറ്റും. ഇ ഓഫ് ജി എന്ന് പറയുന്നത് എഡ്ജസിന്റെ സെറ്റും. ഒരു എഡ്ജ് ഇ ഈക്വൽ ടു യു വി എന്ന് പറയുന്നത് എന്താ? സെറ്റ് ടു ജോയിൻ ദ വേർട്ടിസസ് യു ആൻഡ് വി. ഇഫ് ഇ ഈക്വൽ ടു യു വി ഒരു എഡ്ജ് ആണെന്നുണ്ട് എന്ന് വിചാരിക്കുക ജിയിലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യുവും വിയും അഡ്ജസൻറ്റ് വേർട്ടിസസ് ആയിരിക്കും. വേർ യു ആൻഡ് വി ആർ കോൾഡ് എൻഡ് പോയിന്റ്സ് ഓഫ് ദ എഡ്ജ് ഇ ഈക്വൽ ടു യു വി. അതുപോലെ തന്നെ ഇഫ് ടു എഡ്ജസ് E1 ആൻഡ് E2 ഹാവ് സം കോമൺ എൻഡ് പോയിന്റ്സ് അതിനെ പറയുന്നതാണ് ഇൻസിഡൻറ്റ്. വി ഓഫൺ ഡിനോട്ട് ദ എഡ്ജ് ഇ ഈക്വൽ ടു യു വിനെ നമ്മൾ യു വി എന്ന് പറയാം, വി യു എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എ ലൂപ്പ് ഓഫ് എ ഗ്രാഫ് ഈസ് എൻ എഡ്ജ് ഓഫ് ദ ടൈപ്പ് എക്സ് ടു എക്സ് എക്സ് എന്ന് പറഞ്ഞൊരു സെറ്റിനെയാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി അതേ പോയിന്റിലേക്ക് തന്നെ അവസാനിക്കുന്ന എഡ്ജിനെ. അതായത് അതുപോലെ തന്നെ ടു എഡ്ജസ് ആർ പാരലൽ ഇഫ് ദേ ഹാവ് കോമൺ എൻഡ് പോയിന്റ്സ് ആർ നോട്ട് ലൂപ്സ്. പിന്നെ എ ഗ്രാഫ് ഈസ് സിമ്പിൾ ഇറ്റ് ഈസ് ഹാസ് നോ ലൂപ്സ് ആൻഡ് പാരലൽ എഡ്ജസ്. പാരലൽ എഡ്ജസും ലൂപ്സും ഇല്ലാത്ത ഗ്രാഫിനെയാണ് സിമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ദ ഡിഗ്രി ഓഫ് എ വെർട്ടെക്സ് വി ഈസ് എ നമ്പർ ഓഫ് എഡ്ജസ് ഹാവിംഗ് ജി ഈസ് എൻ എൻഡ് പോയിന്റ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ഡിഗ്രി ഓഫ് വി. അതുപോലെ തന്നെ ഒരു ഗ്രാഫിനെ റെഗുലർ എന്ന് പറയണമെങ്കിൽ ഇഫ് ഓൾ ഇറ്റ്സ് വേർട്ടിസസ് ഹാവ് ദ സെയിം ഡിഗ്രി. രണ്ട് ഗ്രാഫുകൾ G1 ഉം G2 ഐസോമോർഫിക് ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ദർ ഇസ് എ ബൈജക്ഷൻ ഫൈ ഉണ്ടാവും വി ഓഫ് G1 നിന്ന് വി ഓഫ് G2യിലേക്ക് സച്ച് ദാറ്റ് യുവും വിയും വി ഓഫ് ജിയിലുള്ളതാണ്. ദ നമ്പർ ഓഫ് എഡ്ജസ് ജോയിനിങ് ഇൻ യു ആൻഡ് വി ഇൻ G1 ഈക്വൽസ് ടു ദ നമ്പർ ഓഫ് എഡ്ജസ് ജോയിനിങ് ഫൈ ഓഫ് യു ആൻഡ് ഫൈ ഓഫ് വി ഇൻ G2. അടുത്തത് ഇഫ് വി ഡിഫൈൻ എ റിലേഷൻ വി ഓഫ് ജിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ് റിലേറ്റഡ് വൈ ഇഫ് എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. അല്ലെങ്കിൽ ദർ ഇസ് എ പാത്ത്, അവിടെ ഒരു പാത്ത് ഉണ്ടാവും ജി ജോയിനിങ് എക്സ് ആൻഡ് വൈ, എക്സും വൈയും ജോയിനിങ് ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ടാവും. ദെൻ ഇറ്റ് ഈസ് ഈസി ടു വെരിഫൈ ദാറ്റ്. നമുക്കതെങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റുക? ദ റിലേഷൻ ഈസ് ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പറഞ്ഞാൽ മതി. The distinct equivalent classes are called the connected components. Distinct equivalent classes എന്ത് പറയും? കണക്റ്റഡ് കമ്പോണൻസ് നമ്മൾ പറയും. ഒരു ഗ്രാഫ് ആണെന്ന് പറയണമെങ്കിൽ വിച്ച് ഹാസ് നോ സൈക്കിൾ ആൻഡ് ഈസ് കണക്റ്റഡ്. എ ഫോറസ്റ്റ് ഈസ് എ ഗ്രാഫ്. ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാഫാണ് വിച്ച് ഈസ് നോ സൈക്കിൾ ഉണ്ടാവില്ല അതിൽ. എ സ്പാനിങ് ഫോറസ്റ്റ് ഓഫ് ജി ഈസ് എ യൂണിയൻ ഓഫ് സ്പാനിങ് ട്രീസ് ഓഫ് ഇറ്റ്സ് കണക്റ്റഡ് കമ്പോണൻസ്. A spanning tree is a spanning subgraph which is a spanning tree is a spanning subgraph which is a tree. A complete graph is a simple graph in which edge join the pair of vertices. The complete graph on n vertices is denoted by kn. Complete graphനെ നമ്മൾ k എന്ന് പറഞ്ഞ ഫോമിലാണ് ഡിനോട്ട് ചെയ്യുക. അതുപോലെ തന്നെ if the vertices of a graph can divided into two disjoint set. രണ്ട് disjoint sets ആയിട്ട് നമുക്ക് ഒരു vertex സെറ്റിനെ മാറ്റാൻ പറ്റും. അപ്പോൾ V1 ഉം V2 ഇൻ സച്ച് വേ ദാറ്റ് എവറി എഡ്ജസ് ഓഫ് ദ ഗ്രാഫ് ജോയിൻ എ വേർട്ടസ് V1 ഇൻടു വേർട്ടസ് V2. ദ ഗ്രാഫ് ഈസ് സെറ്റ് ടു ബി ബൈപാർട്ടേറ്റ് ഗ്രാഫ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളാണ്. ഒരു കണക്റ്റഡ് ഗ്രാഫ് എൻ കണക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഫോർ പോസിറ്റീവ് ഇൻറ്റിജർ n ഇഫ് ദർ എക്സിസ്റ്റ് നോ സെറ്റ് യു
യു ഇസ് എ സബ്സെറ്റ് ഓഫ് വി ഓഫ് ജി വിത്ത് മോഡ് യു എന്ന് പറയുന്നത് ലെസ് ദാൻ എൻ ആയിരിക്കണം സച്ച് ദാറ്റ് ജി ബൈ വി എന്ന് പറയുന്നത് ഈസ് കണക്റ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സിംഗിൾ വേർട്ടെക്സ് ആയിരിക്കണം. അതായത് 1 കണക്റ്റഡ് 2 കണക്റ്റഡും എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് മെട്രോയിഡ്സിൻ്റെ ഡെഫിനിഷനാണ്. എ ഫിനിറ്റ് മെട്രോയിഡ് എം ഈസ് എ പെയർ ഇ ഐ, വേർ ഇ എന്ന് പറയുന്നത് ഒരു ഫിനിറ്റ് സെറ്റാണ്, അതിനെ ഗ്രൗണ്ട് സെറ്റും എന്നും ഐ എന്ന് പറയുന്നത് ഒരു ഫാമിലി ഓഫ് എ സബ്സെറ്റ് ഓഫ് ഇ ആണ്, അതിനെ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുന്നു. വിത്ത് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. എന്താണ്? ഫൈ ബിലോങ്സ് ടു ഐ. ഐയിൽ ഫൈ എന്ന് പറയുന്നത്, അതായത് ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ ഫൈ ഉണ്ടായിരിക്കും. അടുത്തത് ഇഫ് എക്സ് ബിലോങ്സ് ടു ഐ ആൻഡ് വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ദെൻ വൈ ബിലോങ്സ് ടു ഐ ആയിരിക്കും. അതുപോലെ തന്നെ ഇഫ് യുവും വിയും ആർ മെമ്പേഴ്സ് ഓഫ് ഐയിലാണ് വിത്ത് മോഡ് യു ഈക്വൽ ടു മോഡ് വി പ്ലസ് 1, അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് എക്സ് ബിലോങ്സ് ടു യു ബൈ വി സച്ച് ദാറ്റ് വി യൂണിയൻ എക്സ് എന്ന് പറയുന്നത് ഐയിലുണ്ടായിരിക്കും. എ സബ്സെറ്റ് ഓഫ് എസ് ഈസ് നോട്ട് ബിലോങ്ങിങ്സ് ടു ഐ ഈസ് കോൾഡ് ഡിപ്പെൻഡൻറ്റ്. എക്സാമ്പിൾസ് ഓഫ് മെട്രോയിഡ്സ്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് യൂണിഫോം മെട്രോയിഡിനെ പറ്റിയാണ്. Let E be a finite set and K is a natural number. One may define a metroid on E by taking every K element subset of E to be the basis. This is known as a uniform metroid of rank K. A uniform metroid with rank K and with n elements is denoted by UKN. All uniform metroids of rank at least 2 are simple. The uniform metroid ഓഫ് റാങ്ക് 2 ഓൺ n പോയിന്റ് ലൈൻ ആയിരിക്കും. പറയാൻ പോകുന്നത് വെക്ടോറിയൽ മെട്രോയിഡ്സ്. എന്താണ് വെക്ടോറിയൽ മെട്രോയിഡ്സ്? ലെറ്റ് എസ് ബി എനി ഫിനിറ്റ് സബ്സെറ്റ് ഓഫ് എ വെക്ടർ സ്പേസ് വി. ലെറ്റ് എ സെറ്റ് എക്സ് ഈക്വൽ ടു x1 x2 etc xk belongs to P if and only if the vectors x1 x2 etc xk are linearly independent in V. Then P is the collection of independent set of metroid M and rho is the rank function of V restricted to the set S. Any metroid isomorphic to the one obtained this way is called vectorial. എന്താണത്? ഒരു എസ് എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട് ഫിനിറ്റ് സബ്സെറ്റ് ഓഫ് വെക്ടർ സ്പേസ് വിയിൽ. അതുപോലെ തന്നെ ഒരു സെറ്റ് കൺസിഡർ ചെയ്യാണ്, എക്സ് എന്ന് പറഞ്ഞൊരു സെറ്റ് കൺസിഡർ ചെയ്യാണ് എന്തിലുള്ളത്? പിയിലുള്ളത്. അതുപോലെ തന്നെ x1 x2 etc xk എന്ന് പറയുന്നതെല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പി എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സെറ്റ്സ് ഓഫ് മെട്രോയിഡ് എം ആണ്. അതുപോലെ തന്നെ അവിടെ ഒരു റാങ്ക് ഫംഗ്ഷൻ റോ ഉണ്ടായിരിക്കും, അത് റെസ്ട്രിക്റ്റഡ് ടു ദ സെറ്റ് എസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനി മെട്രോയിഡ് ഐസോമോർഫിക് ടു 1 ഒബ്റ്റെയിൻഡ് ഇതുപോലെ വരികയാണെങ്കിൽ അത് വെക്ടോറിയൽ എന്ന് പറയും. എന്താണ് സൈക്കിൾ മെട്രോയിഡ്സ് ഓഫ് ഗ്രാഫ്സ്? ലെറ്റ് ജി ബി എ ഗ്രാഫ്, ലെറ്റ് എസ് ബി ദ സെറ്റ് ഓഫ് എഡ്ജസ് ഇ ഓഫ് ജി and let x belongs to P if and only if x does not contain a cycle of G. Then P is the collection of independent set of metroids S is called the cyclic metroid of the graph G and denoted by M of G. Cyclic metroid of a graph is a dual metroid of the bond metroid. അടുത്ത മെട്രോയിഡ് എന്ന് പറയുന്നത് ഫ്രീ മെട്രോയിഡ്സ്. ലെറ്റ് ഇ ബി എ ഫിനിറ്റ് സെറ്റ്. The set of all subset of E satisfy the definition of a metroid. It is called the free metroid over E. ഈ എന്ന് പറഞ്ഞൊരു ഫിനിറ്റ് സെറ്റ് ഉണ്ട്, അതേപോലെ തന്നെ അതിലെ എല്ലാ സബ്സെറ്റും മെട്രോയിഡിൻ്റെ ഡെഫിനിഷനിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഫ്രീ മെട്രോയിഡ് ഓവർ ഇ എന്ന് പറയും. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സെറ്റ്സ് ആൻഡ് ബേസസ് ആണ്. ഈ സെക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് സം എലമെൻ്ററി പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ദ ബേസിസ് ഓഫ് മെട്രോയിഡ് എം ഓൺ എസ് ആണ്. It is clear that if A is independent, there exists a base B such that A is subset of B, and we list some of these axioms in this section. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ തിയറാണ് ആർഗ്യുമെൻറ്റേഷൻ തിയറം. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് സപ്പോസ് ദാറ്റ് എക്സ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് ഇൻ എം ആൻഡ് ദാറ്റ് മോഡ് എക്സ് ലെസ് ദാറ്റ് മോഡ് വൈ, then there exists Z is a subset of Y by X such that mod X union Z equal to mod Y and X union Z is independent in M. അതായത് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ഇൻ എം ആണ്, അതുപോലെ തന്നെ മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് വൈ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് അവിടെ ഒരു സെഡ് ഉണ്ടാവുമായിരിക്കും, അത് എന്താണ് വൈ ബൈ സെഡിൽ ദിസ് ഇസ് കണ്ടെയ്നിങ് വൈ ബൈ സെഡ്.
അതുപോലെ തന്നെ മോഡ് എക്സ് യൂണിയൻ സെഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു മോഡ് വൈ ആയിരിക്കും. ആൻഡ് എക്സ് യൂണിയൻ സെഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഇൻ എം ആയിരിക്കും എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത് സെഡ് നോട്ട് എന്ന് പറയുന്നത് ഒരു സെറ്റായിട്ട് എടുത്തു. സച്ച് ദാറ്റ് ഓവറോൾ സെഡ് ഈസ് പ്രോപ്പർലി കണ്ടെയ്നിങ് വൈ ബൈ എക്സ് ആണല്ലോ. അത് കാരണം സച്ച് ദാറ്റ് എക്സ് യൂണിയൻ സെഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതിൽ പറഞ്ഞിട്ടുണ്ട് എക്സ് യൂണിയൻ സെഡ് മോഡ് ഓഫ് എക്സ് യൂണിയൻ സെഡ് നോട്ട് ഈസ് മാക്സിമം എന്ന് പറയാം. ഇഫ് മോഡ് എക്സ് യൂണിയൻ സെഡ് നോട്ട് ലെസ് ദാൻ മോഡ് വൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൈ നോട്ട് ഉണ്ടായിരിക്കും. ദാറ്റ്സ് കണ്ടെയ്നിങ് വൈ കണ്ടെയ്ൻ ചെയ്യണ ഒരു വൈ നോട്ട് ഉണ്ടാവും ഇല്ലേ. അപ്പോൾ മോഡ് വൈ നോട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു മോഡ് എക്സ് യൂണിയൻ സെഡ് നോട്ട് പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. എന്ത് പ്രകാരം? മെട്രോയിഡ്സിന്റെ ഡെഫിനിഷനിലെ പ്രോപ്പർട്ടി സി പ്രകാരം നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ വൈ നോട്ട് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് എന്ത് പറയാൻ പറ്റും, ഒരു വൈ ബിലോങ്സ് ടു വൈ ഉണ്ടാവും. അത് എന്തിലുണ്ടാവും? ബിലോങ്സ് ടു വൈ നോട്ട് ബൈ എക്സ് യൂണിയൻ സെഡ് നോട്ടിൽ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ സച്ച് ദാറ്റ് എക്സ് യൂണിയൻ സെഡ് നോട്ട് യൂണിയൻ വൈ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. അങ്ങനെയാണെന്നുള്ളത് സെറ്റ് സെഡ് നോട്ട് യൂണിയൻ വൈ കോൺട്രഡിക്ട്സ് ദ ചോയ്സ് ഓഫ് സെഡ് നോട്ട്. ആയിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഒരു കൊറോളറിയാണ്. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓൾ ബേസിസ് ഓഫ് എ മെട്രോയിഡ് ഓൺ എസ് ഹാവ് ദ സെയിം കാർഡിനാലിറ്റി വിച്ച് ഈസ് ദ റാങ്ക് ഓഫ് എസ്. അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് ഇഫ് നോട്ട് ലെറ്റ് B1 B2 ദ ബേസിസ് വിത്ത് മോഡ് B1 ലെസ് ദാൻ B2 ആണെന്നുണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് Z ഉണ്ടായിരിക്കും കണ്ടെയ്നിങ് B2 ബൈ B1 സച്ച് ദാറ്റ് B1 യൂണിയൻ Z belongs to I. This is contradicts the maximality of B1 in I. അത്രേ ഉള്ളൂ. ജസ്റ്റ് ചെറിയൊരു കൊറോളറിയാണത്. അടുത്ത തിയറം എന്ന് പറയുന്നത് ബേസ് ആക്സിയം. അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് എ നോൺ എംപ്റ്റി കളക്ഷൻ B of subset of S is the set of bases of a metroid on S if and only if it is satisfied following conditions. കണ്ടീഷൻ പറയുന്നത് ഇഫ് B1 B2 belongs to B and X belongs to B1 by B2 there exists Y belongs to B1 by B2 by B1 such that B1 union Y by X belongs to B. പ്രൂഫ് നോക്കാം. ആദ്യത്തെ സെക്ഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം ഫൈ എന്ന് പറയുന്നത് ഐയിലുണ്ടായിരിക്കും. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. ഫൈ ഐയിലുണ്ടെന്ന് നമ്മുടെ മെട്രോയിഡിൻ്റെ ഡെഫിനിഷനിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി പ്രകാരം നമുക്കറിയാം. അപ്പോൾ നമ്മൾ എടുത്തു ഫൈ ബിലോങ്സ് ടു ഐ ഓഫ് എമ്മിലുള്ള കാരണം ബേസിസ് ഫൈ ആവില്ല. അപ്പോൾ സിമിലർലി ഇഫ് വി അപ്ലൈ ദ ആർഗ്യുമെൻറ്റേഷൻ തിയറം, നമ്മൾ നേരത്തെ പറഞ്ഞ ആർഗ്യുമെൻറ്റേഷൻ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ B1 by X ആൻഡ് B2 ദേ മസ്റ്റ് എക്സിസ്റ്റ്. അവിടെ ഒരു Y എക്സിസ്റ്റ് ചെയ്യും ബിലോങ്സ് ടു B2ൽ ഒരു Y എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് എന്താണ് മോഡ് B1 by X യൂണിയൻ Y എന്ന് പറയുന്നത് എന്തായിരിക്കും? B2 ആവും. അപ്പോൾ ദസ് Y ബിലോങ്സ് ടു B2 by B1 ആണെന്ന് നമുക്ക് മനസ്സിലായി ഇല്ലേ? അത്രേ ഇവിടെ പറയുന്നുള്ളൂ. അത് ഫസ്റ്റ് ഭാഗം. അടുത്ത കൺവേഴ്സ് ആയിട്ട് നമ്മൾ തെളിയിക്കാൻ പോണത് അടുത്തതാണ്. കൺവേഴ്സ് പാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ബി എന്ന് പറഞ്ഞൊരു ബേസിസ് ബി എ നോൺ എംപ്റ്റി കളക്ഷൻ ഓഫ് സബ്സെറ്റ് ഓഫ് എസ് സാറ്റിസ്ഫൈയിങ് ദ ഫോളോയിങ് കണ്ടീഷൻ. എന്തിലെ ഡെഫിനിഷനിലെ കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന ഒരു നോൺ എംപ്റ്റി ആയിട്ടുള്ള കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ആണ് ബി. അടുത്ത ഐ എന്ന് പറയുന്നത് define I to be the collection of subset of such that X containing in some member of B. I satisfy നമ്മുടെ മെട്രോയിഡിന്റെ ഡെഫിനിഷൻ പ്രകാരമുള്ള എയും ബിയും സാറ്റിസ്ഫൈ ചെയ്യേണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഹെൻസ് സപ്പോസ് ദാറ്റ് നമ്മൾ സപ്പോസ് ചെയ്യാണ് എക്സും വൈയും ഡിസ്റ്റിങ് മെമ്പേഴ്സ് ഓഫ് ഐ ആണ്. വിത്ത് എക്സ് എന്ന് പറയുന്നത് എക്സ് കണ്ടെയ്നിങ് B1 വൈ കണ്ടെയ്നിങ് B2 ആണ്. പ്രോപ്പർലി കണ്ടെയ്നിങ് B2 ആണ്. അപ്പോൾ B1 B2 ബിലോങ്സ് ടു ദ ബേസിസ് ആണ്. അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? സപ്പോസ് ചെയ്യാണ് എക്സും വൈയും രണ്ട് ഡിസ്റ്റിങ് മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു ഐയിലെ.
അതായത് എക്സ് ഈസ് പ്രോപ്പർലി കണ്ടെയ്നിങ് B1, വൈ പ്രോപ്പർലി കണ്ടെയ്നിങ് B2 ആൻഡ് എന്താ B1ഉം B2ഉം എന്തിലാണ് ഈ ബേസിസിലെ എലമെന്റ്സ് ആണ്. അടുത്തെന്ന് പറയുന്നത് ഓരോ സെറ്റും നമ്മൾ എടുത്ത് എഴുതുകയാണ്. എക്സ് എന്ന് പറയുന്നത് എന്താ, എക്സ് എന്ന് പറയുന്നത് സെറ്റ് ആണല്ലോ. അപ്പം അതിനെ X1 X2 എക്സിട്ര XK എന്ന് എഴുതി. B1 എക്സ് ബിലോങ്സ് എക്സ് പ്രോപ്പർലി കണ്ടെയ്നിങ് B1 എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ B1 എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് ആ സെറ്റും പിന്നെ B1 ബാക്കിയുള്ള എലമെന്റ്സും കൂടി എഴുതി. അപ്പോൾ അതിൽ B1 ഈക്വൽ ടു X1 X2 എക്സിട്ര XK വരെ, പിന്നെ B1 B2 എക്സിട്ര BQ വരെ എഴുതി. അപ്പോൾ പിന്നെ അടുത്തത് Y എന്ന് പറയുന്നത്, Y എന്ന് പറഞ്ഞ അടുത്ത സെറ്റാണ് Y1 Y2 എക്സിട്ര YK, പിന്നെ YK+1. പിന്നെ B2 എന്ന് പറയണത് എന്താ B2 Y എന്ന് പറയുന്നത് പ്രോപ്പർലി കണ്ടെയ്നിങ് B2 ആണല്ലോ. അപ്പോൾ Yയിലെ എലമെന്റ്സും ബാക്കി B2ലെ എലമെന്റ്സും. അപ്പം എന്താ പറഞ്ഞത്, B2 ഈക്വൽ ടു Y1 Y2 എക്സിട്ര YK, പിന്നെ ഒരു YK+1 കൂടി എടുത്തിട്ടുണ്ട് ഇല്ലേ, അതും. അപ്പം നമ്മളിവിടെ എടുക്കുമ്പോൾ C1 C2 എക്സിട്ര CQ -1 വരെ എടുക്കണ്ടു. ഓക്കെ. അടുത്തെന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യാണ് B1 by BQ കൺസിഡർ ചെയ്യാണ്. ദർ എക്സിസ്റ്റ് അവിടെ ഒരു Z ഉണ്ടാവും, എന്തിൽ B2ല് ഒരു Z ഉണ്ടാവും. സച്ച് ദാറ്റ് നമ്മൾ എന്താ പറഞ്ഞേക്കണത്, B1 by BQ യൂണിയൻ Z ബിലോങ്സ് ടു Bയിലുണ്ടായിരിക്കും. അതെന്താ, നമ്മളൊരു B1 by BQ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു B2ല് ഒരു Z ഉണ്ടായിരിക്കും. സച്ച് ദാറ്റ് B1 by BQ എന്ന് പറയുന്നത് യൂണിയൻ Z എടുത്താൽ അത് ബേസിസ് Bയിലുണ്ടാവുമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഇഫ് Z ബിലോങ്സ് ടു Y ആണെന്നുണ്ടെങ്കിൽ, ഈ Z ബിലോങ്സ് ടു Y ആണെന്നുണ്ടെങ്കിൽ ദെൻ X യൂണിയൻ Z എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് സെറ്റിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ മെട്രോയിഡിൻ്റെ ലാസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമുണ്ടാവും. അതുപോലെ തന്നെ Z നോട്ട് ബിലോങ്സ് ടു Y ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും, B1 by BQ യൂണിയൻ Z by BQ -1 കൺസിഡർ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് എന്താ പറയുക, അവിടെ ഒരു വേറൊരു Z1 ഉണ്ടായിരിക്കും എന്തില് B2ലുള്ളത്. സച്ച് ദാറ്റ് എന്താ പറയുക, B1 by BQ യൂണിയൻ Z by BQ -1 യൂണിയൻ Z1 ബിലോങ്സ് ടു എവിടെ ഉണ്ടാവും, Bയിലുണ്ടാവും. അതിങ്ങനെ തുടർന്ന് പോകും. അപ്പോൾ ഇഫ് Z1 ബിലോങ്സ് ടു Y ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇഫ് നോട്ട് റിമൂവ് BQ -2നെ ഇങ്ങനെ റിമൂവ് ചെയ്ത് നമ്മളിങ്ങനെ വീണ്ടും പോവാം. സിൻസ് നമുക്ക് എന്ത് പറയാം, ആ സെറ്റ് B1 B2 എക്സിട്ര BQ അതിൻ്റെ മോഡ് എടുത്ത മോഡ് ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് ഓഫ് C1 C2 എക്സിട്ര CQ -1. അപ്പം എന്താ പറയുക, അതായത് B1ൽ ആ എക്സ് അല്ലാണ്ട് ബാക്കിയുള്ള എലമെന്റ്സ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും B2ലെ Y അല്ലാണ്ട് ബാക്കിയുള്ള എലമെന്റ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആഫ്റ്റർ അറ്റ്മോസ്റ്റ് Q സ്റ്റെപ്സ്, ഓരോ Q സ്റ്റെപ്സ് കഴിയുമ്പോഴും വി അറൈവ് എ സിറ്റുവേഷൻ വേർ വി റീപ്ലേസ്ഡ് B1 by എ മെമ്പർ ഓഫ് Y. അതായത് ഓരോ സിറ്റുവേഷനിൽ എത്തുമ്പോൾ നമ്മൾ ഈ B1നെ റീപ്ലേസ് ചെയ്യും Yയിലെ ഏതെങ്കിലും മെമ്പർ വെച്ചിട്ട്. ഹെൻസ് I സാറ്റിസ്ഫൈസ് ദ C, അതായത് എന്തിലെ നമ്മൾ മെട്രോയിഡിലെ സീത്ത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ദ കളക്ഷൻ ഈസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സെറ്റ്സ് ഓഫ് ദ മെട്രോയിഡ്. ക്ലിയർലി ഇതെന്താ ക്ലിയർ ചെയ്യുന്നത്, ദ ബേസിസ് ഓഫ് ദ മെട്രോയിഡ് ഈസ് ദ കളക്ഷൻ ഓഫ് ദ സെറ്റ് B. സെറ്റ് Bയിലെ കളക്ഷൻസ് ആണ് എന്ത്, മെട്രോയിഡിലെ ബേസിസ് എന്നാണ് പറയുന്നത്. തിയറം എന്ന് പറയുന്നത് എ കളക്ഷൻ ഓഫ് I ഓഫ് സബ്സെറ്റ് ഓഫ് S ഈസ് ദ set of independent set of a metroid on S if and only if it satisfies the condition A and B and the following statement. C dash എന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്, if A is any subset of S, all maximal subset Y of A with Y belongs to I have the same നമ്മൾ സപ്പോസ് ചെയ്യാണ്. I എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് മെട്രോയിഡ് M ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. C ഡാഷ് ഹോൾഡ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പറയാണ് ദർ എക്സിസ്റ്റ് Y1ഉം Y2ഉം മാക്സിമൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉണ്ട് വിത്ത് ഒരു കണ്ടീഷനും ഉണ്ട്, മോഡ് Y1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് Y2 + 1 ആണ്. Y2 + 1 വലുതാണ് Y1. അപ്പോൾ
അപ്ലൈ സി നമ്മുടെ സീത്ത് കണ്ടീഷൻ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ ഒരു സെറ്റ് കിട്ടും y2 യൂണിയൻ y. അതെന്താ? y2 യൂണിയൻ y എന്ന് പറയുന്നത് പ്രോപ്പർലി കണ്ടെയ്നിങ് എ ആണ്. അപ്പോൾ y2 യൂണിയൻ y എന്ന് പറയുന്നത് ബിലോങ്സ് ടു ഐ ആണ്. അപ്പോൾ y എന്ന് പറയുന്നത് ബിലോങ്സ് ടു y1 ബൈ y2 ആണ്. ഇതെന്താണ്? ദിസ് കോൺട്രഡിക്ട്സ് ദ മാക്സിമാലിറ്റി ഓഫ് y2 അല്ലേ? അത്രേ ഉള്ളൂ. എടുക്കുകയാണെങ്കിൽ ഇഫ് ഐ സാറ്റിസ്ഫൈ ദ എ ബി ആൻഡ് സി ഡാഷ്, എയും ബിയും സി ഡാഷും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ യുവും ബിയും ദ മെമ്പേഴ്സ് ഓഫ് ഐ ആയിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ തേർഡ് കണ്ടീഷൻ പ്രകാരം നമുക്ക് എന്താ പറയാം? മോഡ് യു എന്ന് പറയുന്നത് മോഡ് വി പ്ലസ് 1 ആണ്. അപ്പോൾ ലെറ്റ് എ എന്ന് പറയുന്നത് യു യൂണിയൻ വി ആയിട്ട് എടുത്തു. ദെൻ സിൻസ് ഓൾ മാക്സിമൽ സബ്സെറ്റ് ഓഫ് യു യൂണിയൻ വി ഹാവ് ദ സെയിം കാർഡിനൽ അല്ലേ? അപ്പോൾ എക്സ് ബിലോങ്സ് ടു യു യൂണിയൻ വി എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോഡ് എക്സ് യൂണിയൻ യു ഈക്വൽ ടു മോഡ് വി ആണ് നമുക്ക് കിട്ടി. അപ്പോൾ ആൻഡ് ദ റിസൾട്ട് ഫോളോസ്. അടുത്ത തിയറം എന്ന് പറയുന്നത് റാങ്ക് ആക്സിയം തിയറാണ്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് റോ 2 ൽ നിന്ന് സെഡിലേക്ക്. ദ റാങ്ക് ഫംഗ്ഷൻ ഓഫ് എ മെട്രോയിഡ് ഓൺ എസ് ഇഫ് ആൻഡ് ഓൺലി ഫോർ എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് y1 പിന്നെ y1 z വൈയും സെഡും ബിലോങ്സ് ടു എസ് ആണെന്ന് എടുത്തു. അതിൻ്റെ R1 കണ്ടീഷൻ എന്ന് പറയുന്നത് റോ 5 ഈക്വൽ ടു 0 ആണ്. 2 എന്ന് പറയുന്നത് റോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ ഓഫ് എക്സ് യൂണിയൻ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ എക്സ് പ്ലസ് 1. R3 എന്ന് പറയുന്നത് ഇഫ് റോ ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു റോ ഓഫ് എക്സ് യൂണിയൻ സെഡ് ഈക്വൽ ടു റോ എക്സ്, ദെൻ റോ ഓഫ് എക്സ് യൂണിയൻ വൈ യൂണിയൻ എക്സ് ഈക്വൽ ടു റോ എക്സ് ആണ്. ഇതിൻ്റെ പ്രൂഫ് വരുന്നത് നമ്മൾ ആദ്യം തന്നെ സപ്പോസ് ചെയ്യാണ് എം എന്ന് പറഞ്ഞൊരു മെട്രോയിഡ് ഓൺ എസ് ആണ്. അതിൻ്റെ റാങ്ക് ഫംഗ്ഷനാണ് റോ. ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ് ആൻഡ് അതൊരു വെൽ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് ആൻഡ് സാറ്റിസ്ഫൈ R1ഉം R2ഉം R3. R1 എന്ന് പറയുന്നത് എന്താ? റോ 5 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. R2 എന്ന് പറയുന്നത് റോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ ഓഫ് എക്സ് യൂണിയൻ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ ഓഫ് എക്സ് പ്ലസ് 1. അതായത് എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് ആൻഡ് വൈ ബിലോങ്സ് ടു എസ് ആണ്. നൗ ടു പ്രൂവ് ദാറ്റ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യുന്നത്? റോ ഈസ് സാറ്റിസ്ഫൈസ് ഫോർ എനി എക്സ് ബിലോങ്സ് ടു എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്, എക്സും വൈയും എസ്സിലുള്ളതാണ്. അതുപോലെ തന്നെ R3 എന്ന് പറയുന്നത് ഇഫ് റോ ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു റോ ഓഫ് എക്സ് യൂണിയൻ സെഡ് ഈക്വൽ ടു റോ എക്സ് എന്നാണ്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം? റോ ഓഫ് എക്സ് യൂണിയൻ വൈ യൂണിയൻ സെഡ് എന്ന് പറയുന്നത് റോ എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ആദ്യം തന്നെ നമ്മൾ എടുക്കുകയാണ് എ ഈക്വൽ ടു എക്സ് യൂണിയൻ വൈ യൂണിയൻ സെഡ് ആയിട്ട് എടുത്തു. പിന്നെ സപ്പോസ് ചെയ്യാണ് റോ എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ റോ എക്സ് ആണെന്ന് എടുക്കുക. അങ്ങനെയാണ് ലെറ്റ് വൈ ബി എ മാക്സിമൽ ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് എ എടുത്തു. വൈ എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് എക്സിലൊരു മാക്സിമൽ ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ആണ് വൈ എന്നെടുത്തു. അതുപോലെ തന്നെ ബൈ ആർഗ്യുമെൻറ്റേഷൻ തിയറം നമുക്ക് എന്താ അറിയാം? വി മസ്റ്റ് ബി ഏബിൾ ടു ആർഗ്യുമെൻറ്റ് നമുക്ക് എന്താ പറയുക? വൈ ടു എ മാക്സിമം ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് എ ആയിട്ട് എടുക്കാം. ഹെൻസ് വൈ യൂണിയൻ സ്മോൾ വൈ ഓർ എക്സ് യൂണിയൻ സെഡ് എന്തിലുണ്ട്? ഐ ഓഫ് എമ്മിലുണ്ട്. ദിസ് കോൺട്രഡിക്സ് ഇത് എന്തിനെ കോൺട്രഡിക്ട് ചെയ്യും? ദ ഈക്വാലിറ്റി ദ റാങ്ക് ഓഫ് എക്സ് യൂണിയൻ വൈനെ കോൺട്രഡിക്ട് ചെയ്യും. എക്സ് യൂണിയൻ വൈനെയും എക്സ് യൂണിയൻ സെഡിനെയും എക്സിനെയും കോൺട്രഡിക്ട് ചെയ്യും. ആൻഡ് ഹെൻസ് സാറ്റിസ്ഫൈസ് R3 എന്താ പറഞ്ഞത്? റോ ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു റോ ഓഫ് എക്സ് യൂണിയൻ സെഡ് ഈക്വൽ ടു റോ ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ റോ ഓഫ് എക്സ് യൂണിയൻ വൈ യൂണിയൻ സെഡ് ഈക്വൽ ടു റോ ഓഫ് എക്സ്. അത് തന്നെയാണല്ലോ ഇവിടെ നമുക്ക് കിട്ടിയത്. കൺവേഴ്സ് പാർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ വി ഹാവ് ഓൺലി ടു പ്രൂവ് ദാറ്റ് നമുക്ക് എന്താ ഫംഗ്ഷൻ റോ സാറ്റിസ്ഫൈങ് R1ഉം R2ഉം R3ഉം സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് മാത്രം ഇവിടെ തെളിയിച്ചാൽ മതി. ദ റാങ്ക് ഫംഗ്ഷൻ പിന്നെന്താ പറയുന്നത്? നമ്മൾ ഡിഫൈൻ ചെയ്യാണ് ഐ ഓഫ് പി ടു ദ ഫോളോയിങ് കളക്ഷൻ ഓഫ് സബ്സെറ്റ് ഓഫ് എസ്. അതായത് എക്സ് ബിലോങ്സ് ടു ഐ ഓഫ് റോ, അതായത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് റോ ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. അതായത് 5 ബിലോങ്സ് ടു ഐ ഓഫ് റോ
and let A belongs to I of rho and let B is a subset of A. Suppose B is not belongs to I of rho ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, റോ ബി ലെസ് ദാൻ മോഡ് ബി. സോ ദാറ്റ് ഇഫ് ഒരു സെറ്റ് C1 C2 എക്സിട്ര CK എന്ന് പറയുന്നത് ഈക്വൽ ടു A/B ആയിട്ട് എടുത്തു. നമുക്ക് എന്താ ഉള്ളത്, റോ ഓഫ് ബി യൂണിയൻ C1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B+1, റോ B+1 ലെസ് ദാൻ മോഡ് B+1 ആണ്. ബൈ റിപ്പീറ്റഡ് ആപ്ലിക്കേഷൻ ഓഫ് R2 റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റോ എന്ന് പറയുന്നത് ഈക്വൽ ടു റോ ഓഫ് ബി യൂണിയൻ C1 യൂണിയൻ C2 എക്സിട്ര യൂണിയൻ CK ലെസ് ദാൻ മോഡ് ബി പ്ലസ് മോഡ് കെ ഈക്വൽ ടു മോഡ് എ എന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ, അതൊരു കോൺട്രഡിക്ഷൻ ആണ്. ഹെൻസ് നമുക്ക് എന്ത് പറയാം, ഐ ഓഫ് റോ സാറ്റിസ്ഫൈസ് ബി എന്ന് നമുക്ക് പറയാം. അടുത്തായിട്ട് നമ്മൾ സപ്പോസ് ചെയ്യാണ് എക്സും വൈയും മെമ്പേഴ്സ് ഓഫ് ഐ ഓഫ് റോയിലുള്ളതാണെന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സും വൈയും നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. എക്സ് എന്ന് പറയുന്നത് X1 X2 എക്സിട്ര XQ വരും. പിന്നെ YQ1 YQ+1 YQ+2 എക്സിട്ര YK വരും. Y എന്ന് പറയുന്നത് X1 X2 എക്സിട്ര XQ വരും. പിന്നെ ZQ+1 ZQ+2 എക്സിട്ര ZK+1 വരും. വേർ YI നോട്ട് ഈക്വൽ ടു ZJ ആണ് ഫോർ എനി I ആൻഡ് J എടുത്താലും. YI നോട്ട് ഈക്വൽ ടു ZJ ആണ്. സപ്പോസ് ചെയ്യാണ് എക്സ് യൂണിയൻ ZI ആണെന്നുണ്ടെങ്കിൽ എക്സ് യൂണിയൻ ZI എവിടെ ഉണ്ടെങ്കിൽ ഐ ഓഫ് റോല് ഉണ്ടെങ്കിൽ ഫോർ കണ്ടീഷൻ പറയുന്നത് Q+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു K+1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, റോ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, റോ എക്സ് ഈക്വൽ ടു റോ ഓഫ് എക്സ് യൂണിയൻ ZI ഈക്വൽ ടു മോഡ് എക്സ്. അതായത് കണ്ടീഷൻ എന്ന് പറയുന്നത് Q+1 ലെസ് ദാൻ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു K+1. നമ്മൾ R3 പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം, റോ ഓഫ് എക്സ് യൂണിയൻ ZI യൂണിയൻ ZJ ഈക്വൽ ടു റോ എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. R3 അപ്ലൈ ചെയ്യുമ്പോൾ ബൈ റിപ്പീറ്റഡ്ലി നമുക്ക് എന്ത് കിട്ടും, ഇവൻസ് റോ വൈ ഈക്വൽ ടു റോ ഓഫ് എക്സ് യൂണിയൻ ZQ+1 യൂണിയൻ എക്സിട്ര യൂണിയൻ ZK+1 ഈക്വൽ ടു മോഡ് എക്സ് ലെസ് ദാൻ മോഡ് വൈ എന്ന് കിട്ടും ഇല്ലേ. അതെന്താ, അത് കോൺട്രഡിക്റ്റ് ചെയ്യും എന്തിനെ, Y ബിലോങ്സ് ടു I ഓഫ് പിയിലുള്ളതിനെ കോൺട്രഡിക്റ്റ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് പറയാം, എക്സ് യൂണിയൻ Z1 ബിലോങ്സ് ടു I ഓഫ് റോളുണ്ട് ഫോർ സം I ആൻഡ് I ഓഫ് റോ സാറ്റിസ്ഫൈസ് C എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദസ് I ഓഫ് റോ ഈസ് ദ കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് എ മെട്രോയിഡ് ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ഷോ ദാറ്റ് ദ റാങ്ക് ഫംഗ്ഷൻ ഓഫ് ദ മെട്രോയിഡ് ഇൻ ഫാക്ട് റോ. മെട്രോയിഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടോപ്പിക്കാണ്. അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.